ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. മലയാറ്റൂർ അടിവാരത്തു നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലേക്കാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. ഇന്ന് അവിടം വരെ എത്താൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 2 മണിയാകുന്നു. ഒരു 20-22 കിലോമീറ്ററേലും ഇന്ന് ചവിട്ടി ഒരു പകുതി വഴിക്ക് എത്തിയിട്ട് നമുക്കിന്ന് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ അടിവാരത്തുനിന്ന് നമ്മുടെ യാത്ര, ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ പരുവം. ഇത് കണ്ടോ, നേരം വെളുത്ത് വന്നപ്പോൾ ഉള്ള ഒരു സീൻ കണ്ടോ, മഞ്ഞൊക്കെ പൊങ്ങി വരുന്ന ഒരു സീൻ. രാവിലെ സൂര്യേട്ടനൊക്കെ ഉദിച്ചു വരാൻ പോകുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 6:30, 6:45 ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിച്ച് കിടന്നത്. രാവിലെ വലിയ വെട്ടമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ടെൻ്റ് അടിച്ചതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇന്നലെ ഒരു 9:30 ആയപ്പോഴാണ് വന്ന് ടെൻ്റ് അടിച്ചത്. സൈക്കിളെല്ലാം സെറ്റാണ്. അപ്പോഴത്തെ നമ്മുടെ സഹോദരൻ നെഞ്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കണമെന്ന്. ഇവരാണ് ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? മല്ലിശ്ശേരി പള്ളിയിലെ പെരുന്നാൾ കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ ശരി, ഞാൻ രാവിലെ യാത്ര തിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർക്കാണ് യാത്ര. ഇനി ഒരു 26 കിലോമീറ്റർ കൂടെ സൈക്കിൾ ചവിട്ടാനുണ്ട്. അപ്പോൾ രാവിലത്തെ കഥകളൊക്കെ നമുക്ക് പോണ വഴിക്ക് പറയാം. അതല്ലേ അതിൻ്റെ ശരി? ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സൈക്കിളിന് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ബെയറിംഗ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. നമ്മളിപ്പം മലയാറ്റൂരിൽ നിന്ന് ശരിക്കും കഷ്ടപ്പെട്ടാണ് സൈക്കിൾ തള്ളുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സോണു എന്ന് പറയുന്നൊരു കൊടുങ്ങല്ലൂരുകാരനെ പരിചയപ്പെട്ടിട്ടുണ്ട്. സോണു പറഞ്ഞത് നമുക്ക് കൊടുങ്ങല്ലൂർ വരുമ്പോൾ ഈ സൈക്കിള് ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജസ്ലിൻ നല്ല രീതിയിൽ സൈക്ലിങ്ങിനൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം കാശ്മീരിലേക്ക് സൈക്കിളിൽ യാത്രയൊക്കെ തിരിച്ചിട്ടുള്ള പോയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെയുള്ളൊരു സൈക്കിൾ ഷോപ്പിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് തള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ്.
എന്താ പരിപാടി? എന്താ പരിപാടി? ഞാൻ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ സ്ഥാപനം നടത്തിക്കൊണ്ട്. ആ ശരി, നാട്ടോട്ട് തന്നെ ഇവിടെ. ഫിൽറ്ററൊക്കെ കൊടുക്കും. ഈ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 കിലോമീറ്ററോളം ഇറക്കാം അല്ലേ? ആ ശരി. ഈ സഹോദരനാണ് ഇന്ന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരാൻ പോകുന്നത്. വഴി വെച്ച് കണ്ടതാണ്, വഴി വെച്ച് കണ്ടത് നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഇവിടെ പള്ളി പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ പള്ളി പെരുന്നാളിൻ്റെ കുറച്ച് കാഴ്ചകൾ എടുക്കാമെന്ന് ഓർത്ത് വന്നതാണ് അല്ലേ? നമ്മുടെ എല്ലാ സഹകരണം ഉണ്ടാവും. അതെ കണ്ടോ, ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ എറണാകുളത്തുള്ളത് അല്ലേ? ഞാൻ തൃശ്ശൂർക്കാരാണ്. ഇവിടെ ഭാര്യ. ആ അപ്പോൾ തൃശ്ശൂർക്കാണ് നമ്മൾ കയറുന്നത്. അതെല്ലാം മൊത്തം ബോർഡറല്ലേ? അവിടെ സഹകരണം ഉണ്ടാവും. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏക ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രമാണ് ഈ മൂഴിക്കുളം ക്ഷേത്രം. കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ടുള്ള യാത്രയിൽ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന വഴിക്ക് മൂഴിക്കുളം എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഈ അമ്പലത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് വീഡിയോ അലൗഡ് അല്ല. അല്ലെങ്കിലും സാധാരണ ചുറ്റമ്പലത്തിനുള്ളിൽ ഒരമ്പലത്തിലും അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടെ കമ്മിറ്റി ഓഫീസിൽ നോക്കിയപ്പോൾ ആളുകളെ ഒന്നും കണ്ടില്ല. രാവിലെയാണ്. അപ്പോൾ ഇതാണ് അമ്പലം. കൊടുങ്ങല്ലൂർക്കുള്ള യാത്രയിലാണ് ഈ അമ്പലം കാണുന്നത്. വളരെ മനോഹരമായ ഒരു അമ്പലമാണിത്. മറ്റമ്പലങ്ങളിലെ പോലെ ഉള്ളിൽ കയറി നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. അവിടെയൊക്കെ കമ്മിറ്റി ഓഫീസിൽ ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നോക്കിയപ്പോൾ കമ്മിറ്റി ഓഫീസിൽ ആളില്ല. അതുകൊണ്ട് നമുക്ക് അനുവാദം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞിക്ക് ഇവിടെയും ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാവിലെ നമുക്ക് ദുരനുഭവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. യാത്രയിലെ ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം കൂടെ കിട്ടിയിരിക്കുകയാണ്. രാവിലെ ടെൻ്റ് അടിച്ച് കിടന്നിടത്ത് കുറച്ച് കാരണവന്മാർ, വിവരമില്ലാത്ത കാരണവന്മാരെന്ന് പറയാം, അവർ വന്ന് നമ്മുടെ ടെൻറ്റ് വലിച്ചു പൊളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് സംഭവിച്ചു.
അപ്പോൾ ശരി, നമ്മൾ മൂഴിക്കുളത്തുനിന്ന് പോവുകയാണ്. മൂഴിക്കുളം പള്ളിയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇവിടെ കൂടിയിരിക്കുകയാണ്. അതിലൊരു ചേട്ടായി ആണെങ്കിൽ കുഞ്ഞിക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 കഴിച്ചോ? 3 കഴിച്ചോ? ആ, അതേ ഉള്ളു. വേണ്ട, വയറ് നിറഞ്ഞു. കഴിച്ചോടി, കഴിച്ചോ. ഞാൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കാതിരിക്കണ്ട. കഴിഞ്ഞു. ഇല്ല, ആളെ കണ്ടിട്ടല്ല, 3 കൂടുതൽ കഴിക്കുകയല്ല. അപ്പം രാവിലെ തന്നെ നല്ല നയന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നെൽപ്പാടമൊക്കെ കൊയ്ത് കറ്റയൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ മെതിച്ചതിന് ശേഷം കച്ചി വണ്ടിയിൽ കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നെല്ല് കൊയ്ത്ത് മെഷീനും നെല്ല് മെതിക്കുന്ന മെഷീനും ഒക്കെ അവിടെ കിടക്കുന്നത് കാണാം. അപ്പോൾ കുട്ടനാട്ടിലെ കാഴ്ചകൾക്ക് ശേഷം നമുക്ക് നെല്ല് കൊയ്യുന്നതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ മൂഴിക്കുളം ഭാഗത്താണ് നമ്മളുള്ളത്. നമ്മൾ എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പം കയറും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ കൃഷിയാണെന്നുള്ള ഒരു ബോർഡ് അവിടെ കണ്ടു. ഇനി ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അങ്കമാലി മാഞ്ഞാലി റോഡിലാണ് ഈ കാഴ്ച നമുക്ക് കിട്ടുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. രാവിലെ നമുക്കൊരു മോശം അവസ്ഥ വന്നെങ്കിലും ഇപ്പോൾ ഈ നയനമനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാം മെതിക്കാനുള്ളതാണോ? അല്ല, മെതിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ കച്ചിയെല്ലാം ഇത് മൂടിയിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കച്ചിയൊക്കെ ലോഡായിട്ട് വണ്ടിയിൽ കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടനാട്ടിൽ അത് ബണ്ടിലാക്കി കയറ്റുന്നതാണ് കണ്ടത്. പക്ഷേ ഇത് ഇവിടെ കറ്റിയായിട്ട് തന്നെ കെട്ടി തന്നെയാണ് കയറ്റുന്നത്. അപ്പം മാഞ്ഞാലി റോഡിലാണ്. ഞാറ് നടാം കതിർ കൊയ്യാം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അയിരൂർ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അയിരൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേ സ്കൂളിലെ കുട്ടികളുടെ ഒരു ഇതാണ് അത്. 100 മേനി വിളവ് ആയി നിൽക്കുന്ന കതിരുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറുത്ത മണികളൊക്കെ ഉണ്ട്, എങ്കിലും ഒരു 99% കുട്ടികളുടെ കൃഷി വിജയിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോഴത്തെ ഈ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ തുടക്കം. ദുരനുഭവങ്ങൾക്ക് വിട, നല്ലതിന് മാത്രം നമ്മൾ തുണ നൽകുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട്, ഇത് പാടശേഖരം വലിയ പാടശേഖരമാണ് കേട്ടോ. എന്നാലും കുട്ടനാടുമായിട്ട് കമ്പയർ ചെയ്യുന്ന പാടശേഖരമല്ല ഇത്, പുഞ്ചപ്പാടമല്ല, ഇത് കരപ്പാടമാണ്. അപ്പോൾ നമ്മൾ ഈ പാടശേഖരത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ സൂര്യൻ്റെ ചൂട് കൂടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അപ്പോഴത്തെ ചേട്ടന്മാരൊക്കെ കച്ചി കയറ്റുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ.